കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രഥമ പരിഗണന. 96 കോടി 1,21,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 97 കോടി 27,61,211 രൂപ പ്രതീക്ഷിത വരവും 96 കോടി 1,21,000 രൂപ പ്രതീക്ഷിത ചെലവും 1 കോടി 26,40,211 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചത്. മുൻ ബാക്കിയടക്കം 97 കോടി 27,61,211 രൂപ പ്രതീക്ഷിത വരവും 96 കോടി 1,21,000 രൂപ പ്രതീക്ഷിത ചെലവും ഉൾപ്പെടെ 1 കോടി 26,40,211 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഈ വർഷം ഭരണസമിതി തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. മാർച്ച് 13 വൈകിട്ട് 4:30 ജില്ലാ പഞ്ചായത്ത് യോഗം ബജറ്റിന് അംഗീകാരം നൽകും. അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, ജനങ്ങളുടെ ആളോഹരി വരുമാനം മെച്ചപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം കൂടിയാണ് നടത്തുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. പാലിയേറ്റീവ് ഗ്രിഡ് രൂപീകരിക്കും. വയോജനങ്ങൾക്ക് നല്ല ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തും. മറവി രോഗമുള്ളവർക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രം ആരംഭിക്കും. വിജ്ഞാന കേരളം മികച്ച പദ്ധതിയായി നടത്തും. KSRTCയും BRTCയുമായി കൈകോർത്ത് കാസർഗോഡ് സഫാരിക്ക് തുടക്കം കുറിക്കും. നവംബർ 1 അതിദരിദ്രരില്ലാത്ത ജില്ലയാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയിൽ നിന്നും പുതുതലമുറയെ മുക്തരാക്കി ചേർത്ത് പിടിക്കാൻ റിതം എന്ന പേരിൽ സമഗ്ര പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. വിദ്യാഭ്യാസം, ആരോഗ്യം, കർഷകക്ഷേമം, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സമസ്ത മേഖലകളുടെയും വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് ബജറ്റെന്ന് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ ബജറ്റ് നമ്മുടെ ജില്ലയുടെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും മുൻഗണന നൽകുന്നതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കർഷകക്ഷേമം, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം മുതലായ സമസ്ത മേഖലകളുടെയും വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരുക്കിയ ഈ ബജറ്റ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘകാല ദർശനത്തിന്റെ പ്രതിഫലനമാണ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ലക്ഷ്മി, കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K. ശകുന്തള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു, അംഗങ്ങളായ ഷിനോജ് ചാക്കോ, ജോമോൻ ജോസ്, M. ശൈലജ ഭട്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ G. സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K. ബാലകൃഷ്ണൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K. സജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.